പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് ബേസിന്റെ മിക്സർ ഉണ്ടാക്കാം കേട്ടോ. ഇത് തൊടുമ്പത്തേന് അങ്ങോട്ട് പൊടിഞ്ഞു പോകും, അത്രയ്ക്ക് ലൈറ്റാണ്, ക്രിസ്പിയാണ്. സാധാരണയായിട്ടുള്ള സ്പൈസി മിക്സർ അരിപ്പൊടിയുടെ കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബേസിന്റെ മിക്സറാണ്. അത് വളരെ ലൈറ്റ് ആയിരിക്കും. ടേസ്റ്റ് രണ്ട് മിക്സറിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ചിലർക്ക് കടലമാവിന്റെ മിക്സറായിരിക്കും ഇഷ്ടം, ചിലർക്ക് അരിപ്പൊടിയുടെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് കടലമാവിന്റെ മിക്സർ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ഞാനിപ്പോ കാണിക്കുന്ന ഈ തുളയില് ഇച്ചിരിയും കൂടി വലിപ്പമുള്ള തുളയുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന തീരെ നൈസായിട്ടുള്ള തുളയാണ്. തുള ചെറുതാവണനുസരിച്ച് നൂലിന്റെ എണ്ണം കൂടും, അതനുസരിച്ച് ഓയിലും അതിലേക്ക് പിടിക്കുകയല്ലേ, ഓയിലും കൂടുതലാവുകയാണ് പൊരിച്ചെടുക്കുമ്പോഴത്തേനും. അപ്പൊ ഇത്തിരിയും കൂടി വലുതെടുക്കാം. അച്ചിന്റെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഓയിൽ തേച്ച ശേഷം അതവിടെ മാറ്റി വെക്കാം കേട്ടോ. മിക്സറിനുള്ള ഡോ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബേസിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി നമ്മൾ ഇടുന്നുണ്ട്, ഒരു നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കുക. എരിവുള്ള മുളക് ലാസ്റ്റ് ഇട്ടെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കുന്നത് നമ്മുടെ മിക്സറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇത്രയും നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഉപ്പ് ഇച്ചിരി തരി തരിയായിട്ടാണ് ഇരിക്കുന്നത്, അപ്പൊ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അത് അരിച്ചു പോരില്ല, അതുകൊണ്ടാണ് ഉപ്പ് ലാസ്റ്റ് ഇട്ടെടുത്തത്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പും മുളകും കൂടി പൊടിയുടെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് മിക്സ് ആവണം. 1 കപ്പ് പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുകൊണ്ട് ബൂന്തിക്കുള്ള ബാറ്റർ റെഡിയാക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. ബാറ്റർ ഇതുപോലെ ലൂസ് ആയിട്ടുള്ള ബാറ്റർ വേണം കേട്ടോ. നമ്മൾ ബൂന്തി ഉണ്ടാക്കാനായിട്ട് തവയിലേക്ക് കോരി വയ്ക്കുമ്പോൾ ബൂന്തിയായിട്ട് താഴത്തേക്ക് ചാടണം. എന്നാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൂന്തിയുടെ ഷേപ്പ് കിട്ടില്ല കേട്ടോ. ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചൊരു ഡോ തയ്യാറാക്കണം. ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അതിനുശേഷം വെള്ളത്തിന്റെ ആവശ്യമനുസരിച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഡോ തയ്യാറാക്കാം. ഈ ഒരു മയത്തിൽ കിട്ടണം കേട്ടോ. അതിനേലും ബലം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പീച്ചാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല നുറുങ്ങിപ്പോവും. ഇത് ഒത്തിരി നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ബലം കൂടും. അപ്പൊ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒന്ന് നല്ല മഴ ആക്കിയിട്ട് ഇടിയപ്പത്തിന്റെ അച്ചിന്റെ അകത്ത് ഇട്ടെടുക്കാം. ഇനി ഇത് നേരെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കാണ് പീച്ച് കൊടുക്കേണ്ടത്. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. അച്ച് ഇച്ചിരി പൊക്കത്തി പിടിക്കുക കേട്ടോ. നേരെ അടുപ്പിച്ച് പിടിക്കരുത്, പെട്ടെന്ന് ആവി വരും. ഇത് ഒട്ടും ടൈം എടുക്കൂല കേട്ടോ. ഒരു 30 സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ ഒരു സൈഡ് വേവും. പിന്നെ തിരിച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞ ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഒത്തിരി നേരം ഇട്ട കരിഞ്ഞു പോവും, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേ രീതിയിൽ ബാക്കിയുള്ള കംപ്ലീറ്റ് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. മിക്സർ കംപ്ലീറ്റ് റെഡിയാക്കിയ ശേഷം ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു തുളയുള്ള തവ എടുക്കാം കേട്ടോ. ആദ്യം കാണിച്ച കുഞ്ഞു തവയായാലും മതി, നമ്മുടെ വീട്ടിൽ സാധാരണയൊക്കെ ഉണ്ടാവുന്ന ഒരു തവയാണ്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ബൂന്തി ഉണ്ടാക്കുന്ന തവയാട്ടോ. വെളിച്ചെണ്ണയുടെ മുകളിൽ തവയിലൂടെ ബാറ്റർ വെച്ചെടുത്ത് ഒന്ന് ചുറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബൂന്തി ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാനും കൂടി പറ്റി പിടിച്ചിരിക്കും. ബൂന്തി ഇടുന്ന സമയത്ത് ഓയിലിന് അത്യാവശ്യം ചൂട് വേണം കേട്ടോ, എന്നാലാണ് പൊങ്ങി വരുള്ളൂ. ബൂന്തി ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ ഈ തുളയുള്ള ഈ ഒരു തവ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ വെജിറ്റബിൾസ് ഒക്കെ സ്ട്രെയിൻ ചെയ്യണ ഒരു പാത്രം ഉണ്ടല്ലോ തുളയുള്ളത്, അതെടുക്കാം. അതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ പക്കട എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിച്ചിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ആവി വരും. പിന്നെ തുളയും കുറച്ച് അകന്നിട്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൂട്ടി ഒട്ടി പിടിക്കും. മിക്സർ പോലെ തന്നെ ബൂന്തി റെഡിയാവാൻ ഒട്ടും സമയം വേണ്ട കേട്ടോ. 30-40 സെക്കൻഡ് അങ്ങോട്ടും തിരിച്ചിട്ട ശേഷം ഒന്ന് കോരിയെടുക്കാം. ബൂന്തി കംപ്ലീറ്റ് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് പച്ചക്കപ്പലിന്റെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങളുടെ ഉള്ളത് വറുത്ത കപ്പലിന്റെ ആണെങ്കിലും എണ്ണയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കോരിയെടുക്കാം കേട്ടോ, ഒരു ഫ്രഷ്നെസ് കിട്ടാനായിട്ട്. പച്ചക്കപ്പലിന്റെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങും കേട്ടോ. അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറും. ആ സമയത്ത് തന്നെ വേഗം കോരിയെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ വറുത്തെടുക്കുന്നത് പോലെ അല്ല, ഇത് ഓയിലിലേക്ക് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് കളർ മാറി അപ്പൊ തന്നെ കോരിയെടുക്കാം കേട്ടോ. പച്ചക്കപ്പലിന്റെ അത്രയും പോലും സമയം വേണ്ട കേട്ടോ പൊട്ടുകടലയ്ക്ക്. പച്ചക്കപ്പലിന്റെ
ജസ്റ്റ് ഒന്ന് പൊട്ടണം. പൊട്ടുകടല ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ആ കളർ നേരിയതായിട്ട് ആ പച്ചപ്പൊന്ന് മാറി അപ്പൊ തന്നെ കോരിയെടുക്കാം. 10-15 വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അത്രയും തന്നെ എടുക്കാം. 1 കപ്പ് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടെടുത്ത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് വേപ്പില ഇട്ടെടുത്ത് അപ്പൊ തന്നെ ക്രിസ്പി ആവും. അപ്പൊ തന്നെ കോരിയെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യണ ഒന്നും കരിഞ്ഞു പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കോരിയെടുത്ത ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് കളർ മാറും, ഒന്ന് മുറുകയും ചെയ്യും. അപ്പൊ നേരത്തെ തന്നെ എടുക്കേണ്ടതെന്ന്. മുറുക്കം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി. പക്ഷെ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ മിക്സ്ചർ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കൈ മുട്ടിയാൽ മതി, അത് പൊടിഞ്ഞു പോരും. ഒരുപാട് ബലം കൊടുക്കാതെ പയ്യനൊന്ന് അടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി, പൊട്ടുകടല, ബൂന്തി എല്ലാനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വേപ്പിലയും വെളുത്തുള്ളിയും വറുത്തത് ഇട്ടെടുക്കുക. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ടെടുക്കാനുണ്ട്. മിക്സറിന് മാത്രം ഉപ്പിട്ട് നമ്മൾ വറുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഒന്നിനും ഉപ്പില്ല. പിന്നെ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എരിവ് കുറച്ചിട്ടെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് മിക്സ് ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് റെക്കോർഡ് ആയില്ലായിരുന്നു. കായം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്പ്പ് വരും, അപ്പൊ അതനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണിന്റെ താഴെയൊക്കെ മതിയാവും. അങ്ങനെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നിലയിലും നല്ല ടേസ്റ്റിന് നല്ല മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാന്നുണ്ടെങ്കിൽ അന്നന്ന് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.